ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിത് നോക്കാൻ പോകുന്നത് +1 ഹിസ്റ്ററിക്ക് ഓണപരീക്ഷയ്ക്ക് 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഏതൊക്കെ ചോദ്യം എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ നമ്മുടെ ജംഗീഷ് ഖാൻ മംഗോളിയൻ എംപയർ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഓക്കെ നമ്മൾ ബാക്കിയുള്ള ഇതിന് മുന്നേ ഉള്ള ചാപ്റ്റേഴ്സിൻ്റെ എല്ലാം ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ പ്രത്യേകിച്ച് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അന്ന് നമ്മളിത് ചെയ്യാൻ വിട്ടുപോയായിരുന്നു. അതാണ് ഇപ്പോൾ ഷോർട്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് യാം എന്താണെന്നുള്ളത്. യാം എന്ന് പറയുമ്പോൾ ജംഗീഷ് ഖാൻ്റെ പോസ്റ്റൽ സിസ്റ്റം അഥവാ കൊറിയർ സിസ്റ്റത്തെയാണ് നമ്മൾ യാം എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ എന്താണ്, പോസ്റ്റൽ സമ്പ്രദായത്തെയാണ് നമ്മൾ യാം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി യാസ എന്താണെന്ന് ചോദിക്കാറുണ്ട്. യാസ എന്ന് പറയുമ്പോൾ എന്താണ്, ജംഗീഷ് ഖാൻ്റെ ലീഗൽ കോഡാണ്. ലീഗൽ കോഡ് എന്ന് പറയുമ്പോൾ ജംഗീഷ് ഖാൻ കൊണ്ടുവന്ന നിയമസംഹിതയാണ് എന്ത് ലീഗൽ കോഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതാണ് യാസ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. യാം കൊറിയർ സിസ്റ്റം, യാസ ലീഗൽ കോഡ്. ക്യുറൽത്തായ് എന്ന് പറയുമ്പോൾ അവരുടെ അസംബ്ലിയാണ്, സഭയാണ് നമ്മൾ ക്യുറൽത്തായ് എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് പറയുമ്പോൾ അസംബ്ലി ഓഫ് മംഗോൾ ചീഫ്റ്റൻസ് എന്ന് നമ്മൾ പറയുന്നത് അവിടെയുള്ള മുഖ്യന്മാരുടെ സഭ. ഓക്കെ, അതാണ് അസംബ്ലിയാണ് എന്തെന്ന് പറയുന്നത് ക്യുറൽത്തായ് എന്ന് പറയുന്നത്. അത് എപ്പോഴും 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ക്യുറൽത്തായ്. അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചോദ്യപേപ്പറിൽ കാണാൻ പറ്റും. ക്യുറൽത്തായ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണത്. ഓക്കെ, ഇനി മിലിറ്ററി സിസ്റ്റം ഓഫ് ജംഗീഷ് ഖാൻ, അതൊരു 5 മാർക്ക് 6 മാർക്ക് ആ ഒരു റേഞ്ചിൽ ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ജംഗീഷ് ഖാൻ്റെ മിലിറ്ററി സിസ്റ്റം, സൈന്യം എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഓക്കെ, അത് ജംഗീഷ് ഖാൻ്റെ മിലിറ്ററി സിസ്റ്റത്തെ തന്നെയാണ് താമ എന്ന് നമ്മൾ പറയുന്നത്. താമ. ഓക്കെ, താമ എന്താ, താമയെക്കുറിച്ച് എഴുതാനായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ ഏതാണെന്ന് കൺഫ്യൂസ്ഡ് ആവരുത്. മിലിറ്ററി സിസ്റ്റമാണ് താമ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് കൃത്യമായിട്ടൊരു ഷോർട്ടസ്റ്റ് ലെവലിൽ പഠിച്ചു വെച്ചേക്കാം മിലിറ്ററി സിസ്റ്റം. ഇനി അതുപോലെ തന്നെ ജംഗീഷ് ഖാൻ്റെ ലൈഫ്, ഓക്കെ, ജീവിതം ഒരു ബയോഗ്രഫി പോലെ നമ്മൾ കൃത്യമായിട്ട് അവിടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് തിമൂജിൻ എന്നായിരുന്നു ജംഗീഷ് ഖാൻ അറിയപ്പെട്ടത് അല്ലേ. പിന്നെ ഫാദറിൻ്റെ മദറിൻ്റെ പേര്, പിന്നെ വൈഫിൻ്റെ കാര്യങ്ങൾ, പിന്നെ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങൾ, അദ്ദേഹം എന്താണ് പറയുക, പിന്നെ വളർന്നൊരു എന്താ പറയുക, ഇതിൻ്റെ എല്ലാം മംഗോളിയൻ എംപയറിൻ്റെ ഒരു ഹെഡായി മാറിയത് വരെയുള്ള കാര്യങ്ങളെല്ലാം, അദ്ദേഹത്തിന് മരണം വരെയുള്ള കാര്യങ്ങൾ ആ ഒരു ലൈഫ് ഓഫ് ജംഗീഷ് ഖാൻ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് കിടപ്പുണ്ട്. അത് കൃത്യമായിട്ട് നോക്കുക. അതും ഒരു ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ.